മധ്യത്തിൽ നിന്നുകൊണ്ട് 30 വയസ്സ് പിന്നിട്ട ഒരു ചെറുപ്പക്കാരൻ അതീവ ഹൃദ്യമായ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണത്തിൻ്റെ ലാവണ്യത്തിൽ മതിമയങ്ങിയ ഒരു സ്ത്രീ പുരുഷാരത്തിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ. അപ്പോൾ ആ പ്രഭാഷകന്റെ മറുപടി, അങ്ങനെയല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ഈ വാക്കുകൾ ദൈവവചന കേൾവിക്കും വചനാനുസൃതമുള്ള ജീവിതത്തിനും എത്രമേൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നവയാണ്. ഈ സംഭാഷണത്തിന് ശേഷം ക്രിസ്തു വീണ്ടും തന്റെ ശ്രോതാക്കളോട് സംവദിച്ചു തുടങ്ങുന്ന ഭാഗവും ഇതുമായി ചേർത്ത് തന്നെ ധ്യാനിക്കേണ്ടതുമാണ് നമുക്കറിയാം. പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു, അത് അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിനൊരടയാളവും കൊടുക്കുകയില്ല. എന്താണ് യോനയുടെ അടയാളം? അത് വചനവുമായും വചനാനുസൃത ജീവിതവുമായും ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ അനുസരിക്കുകയും തന്റെ വചനാനുസൃതമുള്ള ജീവിതത്തിന്റെ സാക്ഷ്യം കൊണ്ട് അതോടൊപ്പം തന്റെ വാക്കുകൾ കൊണ്ട്, ഇങ്ങനെ വാക്കും പ്രവൃത്തിയും ഒരേ രേഖയിൽ സഞ്ചരിപ്പിച്ചുകൊണ്ട് അനേകരെ തിരുവചനത്തിലേക്ക്, സത്യത്തിലേക്ക്, നീതിയിലേക്ക്, പാപബോധത്തിലേക്ക്, അനുതാപത്തിലേക്ക് ഉണർത്തുക എന്നുള്ളതാണ് ഏതൊരു പ്രവാചകന്റെയും നിയോഗം. ആ നിയോഗത്തിൽ നിന്ന് യോന വീണുപോകുന്നു. അത് നിനിവയ്ക്കൊരടയാളമാണ്. നിനിവെ ഈ തലമുറയ്ക്കൊരടയാളമാണ് എന്നും ആ പ്രഭാഷണത്തിൽ തന്നെ യേശു തമ്പുരാൻ പറയുന്നുണ്ട്. വചനം കേട്ട് അനുസരിക്കാതിരുന്ന യോന, വചനം കേട്ട് അനുസരിക്കുന്ന നിനിവ, അനുസരിക്കാതിരുന്നവൻ പിന്നീട് ദൈവീക പദ്ധതിയാൽ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നതിന്റെ പരിണിതിയായി നിനിവേക്കാർക്കുണ്ടാകുന്ന അനുതാപം, ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ നന്നായി ഉള്ളതാണ്. ഈ പാഠങ്ങളെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുള്ളവയാണെങ്കിലും അഭിമന്യ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവവചനത്തോടുള്ള ഒരാഭിമുഖ്യം ചിലപ്പോഴെങ്കിലും നന്നേ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സന്ദേഹപ്പെടുന്ന ഒരു കാലമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എങ്ങനെയാണ് വചനം കേൾക്കാനും വചനം കേട്ടനുസരിക്കാനും ഈ ലോകം നമ്മളെ അനുവദിക്കാത്തത് എന്നതിന്റെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സഭാപിതാക്കന്മാരുടെ എഴുത്തുകളൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നില്ല. അതിന് പകരം കുട്ടികളേറെ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്കറിയാവുന്ന, അവരിപ്പോൾ അറിവന്വേഷിക്കുന്ന ഒരു സങ്കേതത്തിൽ നിന്ന് ഞാനൊരു ഉത്തരം പറയാം. ഇപ്പോൾ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും വിശദമായ അഭിപ്രായങ്ങളോ അറിവുകളോ ശേഖരിക്കുന്നത്
പലതരം ചാറ്റ് ബോട്ടുകളിൽ നിന്നാണ്. ചാറ്റ് GPT-യോ പെർപ്ലക്സിറ്റിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നൂതനമായ സാങ്കേതിക ഇടങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു ധാരണ രൂപപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദൈവത്തോടടുത്ത് ജീവിക്കുന്നതിൽ നിന്ന് ഈ ലോകം നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഭാഷയിൽ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് അതിനുത്തരം നൽകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ചാറ്റ് GPT-യോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഈ പ്രഭാഷണം കഴിഞ്ഞ് ഈ പന്തലിൽ നിന്നിറങ്ങുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാം, ഞാൻ പറയുന്ന ഈ വരിയുടെ ആദ്യത്തെ 3 or 4 വാക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. കേവലം 1 minute 35 സെക്കൻഡോ മറ്റോ ഉള്ളൂ ആ വീഡിയോ. ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും, ചാറ്റ് GPT, if you are a devil, how do you alienate people from God? നിർമ്മിത ബുദ്ധിയോടാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് മനുഷ്യനെ നീ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്? നീ ഒരു പിശാചാണെങ്കിൽ. കുറെ അധികം ഉത്തരങ്ങൾ പതിവ് പോലെ ചാറ്റ് GPT നൽകുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ ലളിതമാണ് ഉത്തരം. കീപ് ദം ബിസി. കീപ് ദം ബിസി. അവരെ തിരക്കുള്ളവരാക്കുക. അങ്ങനെ തിരക്കുള്ളവരാക്കുവാൻ അവർക്ക് നിരവധിയായ എന്റർടൈൻമെന്റ്സ് നൽകുക എന്നിങ്ങനെ പറഞ്ഞാണ് ചാറ്റ് GPT-യുടെ ഉത്തരം മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിശാച് പിടിക്കുന്നത് എങ്ങനെയാണ്? ചെറിയ സൂചന തന്നാൽ, നമ്മുടെ കൈവശം നോക്കിയയുടെ ഞെക്കുന്ന ഫോൺ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ഫോണില്ലാഞ്ഞൊരു കാലമുണ്ട്. ഞാൻ അതിലേക്ക് പോകാഞ്ഞത്, ഈ അടുത്തിടയ്ക്ക് എൻ്റെ വീട്ടിലുള്ള ആ കുരിപ്പ്, ചേട്ടൻ്റെ മകൻ, അവൻ എന്നോട് ചോദിച്ചാണ്, നിങ്ങളൊക്കെ ഈ ആൻഡ്രോയിഡ് ഇല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്തെന്ന്. അപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനോടൊക്കെ കറണ്ടില്ലാഞ്ഞ കാലമെന്നോ ഫോണില്ലാഞ്ഞ കാലമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നോക്കിയയുടെ 110 എങ്കിലും അവർക്കറിയായിരിക്കും. ആ ഞെക്കുന്ന ഫോണിൽ നിന്ന് നമ്മൾ ഈ തോണ്ടുന്ന ഫോണിൽ എത്തിയപ്പോൾ, ആദ്യത്തെ ഫോണിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എന്റർടൈൻമെന്റ് ആ പാമ്പിന്റെ കളിയാണ്. എത്ര നേരം കളിക്കാനാണ് ആ ചെറിയ സ്ക്രീനിൽ നോക്കിയിട്ട്? ബാക്കി സമയം പിന്നെ വേദപുസ്തകമെങ്കിലും വായിക്കാനും. പക്ഷെ ഈ പുതിയ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇടപെടാനുണ്ട്. ഇറാന്റെ തീരത്ത് എത്ര അടുത്ത് വരെ ഇപ്പൊ US-ന്റെ കപ്പൽ വന്നു എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമാണ്. റോയിയുടെ മരണം നമുക്കൊരു വിഷയമാണ്. ഇന്ന് സതീശൻ വല്ലതും പറഞ്ഞോ, ഇനി നടേശൻ വല്ലതും പറഞ്ഞോ, എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇതിനിടയ്ക്ക് റീൽസ് കാണാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നുകിൽ ബാറ്ററി ഡ്രെയിൻഡ് ആവണം, ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങണം. ഇതിനിടയ്ക്ക് എവിടെയാണ് വേദപുസ്തകം വായിക്കാൻ സമയം? കീപ് ദം ബിസി. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ കുറ്റം പറയുകയാണെന്ന്. എന്നെ തന്നെ അങ്ങ് കുറ്റം പറയാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. പിശാച് ആദ്യം പിടിക്കുന്നത് ജനങ്ങളെയാണോ, അച്ഛന്മാരെയാണോ, മെത്രാച്ചന്മാരെയാണോ? തിരുമേനി ഇരിക്കുന്നതുകൊണ്ട് പേടിച്ച് മിണ്ടാതിരിക്കുമെന്നോ? പിശാച് ആദ്യം പിടിക്കുന്നത് മെത്രാച്ചന്മാരെയാണ്. എന്റെ കാര്യം എന്താ? അത് ബിബ്ലിക്കലാണ് ഉത്തരം, വേദപുസ്തകപരമായ ഉത്തരമാണ്. എന്തുകൊണ്ടാണ് ആദ്യം പിശാച് മെത്രാച്ചന്മാരെ പിടിക്കുന്നത്? ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറും. അത് യുദ്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ്. എതിർപക്ഷത്തുള്ള നായകനെ ആക്രമിക്കുക, അടികൾ ചിന്നിപ്പോവും. അന്ധകാര ശക്തികളോടുള്ള ഈ അദൃശ്യ പോരാട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രാർത്ഥനയാലും ഉപവാസത്താലും നോമ്പാലും പോരാടാനുള്ള
പ്രത്യേക പരിശീലനം നടത്തി രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് പൗരോഹിത്യം. അതുകൊണ്ട് പുരോഹിതന്മാർ ആക്രമിക്കപ്പെടും. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. ജനത്തിന്റെ പ്രാർത്ഥന പുരോഹിതൻ ആവശ്യപ്പെടുന്നത് ഈ മുമ്പിൽ നിന്ന് ഈ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നത് കൊണ്ടാണ്. അപ്പൊ ഇനിയും മെത്രാച്ചനെ പിശാച് പിടിച്ച് എങ്ങനെയാണെന്ന് പറയാം. അത് പറയുമ്പോൾ നമ്മുടെ ഉദ്ഘാടനം തീരും. കഴിഞ്ഞ വലിയ നോയമ്പിന്റെ സമയത്ത്, വലിയ നോയമ്പിൽ പാരീഷ് വിസിറ്റ് നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇടുക്കിയിലെ ഇടവകയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ 2 വർഷം കുഴപ്പമില്ലായിരുന്നു. 35 പള്ളിയേ ഉള്ളൂ, 50 ദിവസമുണ്ട്, കുഴപ്പമില്ല, സമാധാനമായിട്ട് പോവാം. പക്ഷെ കഴിഞ്ഞ വർഷമായപ്പോൾ കണ്ടനാട് മെത്രാസനും കൂടെ വന്നപ്പോൾ അവിടെയും 10, 30, 40 പള്ളികളും ഉണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷം ഈ 50 ദിവസം കൊണ്ട് ഏകദേശം 70 പള്ളി ഇങ്ങനെ ഓടിക്കറങ്ങി. ഞായറാഴ്ച 3, ശനിയാഴ്ച 3, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഓടി എല്ലാം കഴിഞ്ഞ് ഈസ്റ്റർ എല്ലാം കഴിഞ്ഞു വരിക. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരും. അപ്പൊ ഈ കുമളിയിൽ താമസിക്കുന്ന നല്ല സുഖമുള്ള കാലാവസ്ഥയായതുകൊണ്ട്, നല്ലതായതുകൊണ്ട് എങ്ങനെയായാലും തിരിച്ചങ്ങോട്ട് തന്നെ കയറിപ്പോകാനൊരു ദുരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ആളുകൾ പറയുമായിരുന്നു ഇങ്ങനെ കയറിപ്പോകരുത് തിരുമേനി, ആന ഇറങ്ങും, ആനച്ചാലുണ്ട്. ഇപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി തിരുമേനി ഒന്നും വഴക്ക് പറയത്തില്ലായിരിക്കും. ഈ ആനയും മെത്രാനയും അതിനകത്തെല്ലാം ഒരു സമാനതയുണ്ട്. കാരണം എല്ലാത്തിനും എഴുന്നള്ളിപ്പുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ഇല്ലേ, എല്ലാ ഉത്സവത്തിനും പോകണം. അപ്പൊ ഞങ്ങൾ ഈ വർഗസ്നേഹം ഉള്ളതുകൊണ്ട് ആന ഉപദ്രവിക്കത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ രാത്രിയായാലും ഞാനും കയറിപ്പോവും. അപ്പൊ രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല ക്ഷീണമുണ്ടല്ലോ. അപ്പൊ കിടക്കാന്ന് വിചാരിച്ചു, കുളിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഓർക്ക് ഇന്ന് വേദപുസ്തകം വായിച്ചില്ല, കാരണം വെളുപ്പിന് ഇറങ്ങിയതാണല്ലോ. അപ്പൊ വേദപുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അരമനയിലെ പിശാച് അടുത്ത് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും അരമന പിശാചുണ്ടോ എന്ന്. അരമനകളിൽ പിശാചും മാലാഖമാരും ഉണ്ട്, കാരണം പ്രാർത്ഥിക്കുന്ന സ്ഥലം ആയതുകൊണ്ടാണ്. അപ്പൊ ഈ അരമനയിലെ പിശാച് വന്നിട്ട് പറയും, തിരുമേനി ഇന്ന് തിരുമേനി എന്ത് നല്ല ശുശ്രൂഷയായിരുന്നു. രാവിലെ ഇറങ്ങി പള്ളിയിൽ പോയി, ഭവന സന്ദർശനത്തിന് പോയി, വൈകിട്ട് കൺവെൻഷന് പോയി. ഇനി തിരുമേനി ബൈബിൾ വായിച്ചില്ലേലും കുഴപ്പമില്ല. ഈ മെത്രാച്ചൻ കഴിഞ്ഞ വലിയ നോയമ്പി 11 ദിവസം ബൈബിൾ വായിച്ചില്ല. മെത്രാൻ ബൈബിൾ വായിച്ചില്ലെങ്കിൽ അച്ഛന്മാര് വായിക്കുമോ? അച്ഛന്മാര് വായിച്ചില്ലെങ്കിൽ ജനങ്ങൾ വായിക്കുമോ? ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറും. കീപ് ദം ബിസി, ഗീവ് ദം ന്യൂമറസ് എന്റർടൈൻമെന്റ്സ്. ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടോളുക. എങ്ങനെയാണ് പിശാച് ഈ കാലത്ത് മനുഷ്യനെ അകറ്റാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉത്തരം കുട്ടികളുടെ ഭാഷയിൽ കിട്ടുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, വചനാനുസൃതമായ ഒരു ജീവിതം നയിക്കുന്നവന് എന്റെ അമ്മയും സഹോദരനുമാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അമ്മ മറിയത്തിന്റെ അപാരമായ ആ സാധ്യതയെ മുൻനിർത്തി ക്രിസ്തു നൽകുന്ന ദൃഷ്ടാന്തമാണ്. ചിന്തിക്കുന്നവർക്ക് മാനവികതയുടെ അമ്മയെക്കുറിച്ച് നമ്മുടെ കർത്താവ് യേശു മശീഹ പറയുന്നത്, അനുസരണക്കേട് കാട്ടിയ 1-ാം ആദാമിന് പകരം 2-ാം ആദാമിന്റെ ദൈവത്തോടുള്ള ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്ന 2-ാം ആദാമിന്റെ പിറവിക്ക് നിദാനമാകത്തക്കവിധം വചനം ജഡമായി തീർന്ന, അതിന് വേദിയൊരുങ്ങിയ അമ്മ മറിയം നമ്മുടെയും ഒരു സാധ്യതയാണ്. ദൈവവചനം കേട്ടനുസരിക്കുന്നവർക്ക് ക്രിസ്തു ഉരുവാകാൻ ഒരു സാധ്യതയുണ്ട് എന്ന കൃത്യമായൊരു ബോധ്യപ്പെടുത്തലാണ്. ഈ വചനവേദി ക്രിസ്തുവിനെ ഉരുവാക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനെ ഉളവാക്കുന്നതായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അഭിനന്ദ തിരുമനസിന്റെയും നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഈ വർഷത്തെ 83ാമത് കല്ലൂപ്പാറ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിരണം ഭദ്രാസനതല സൺഡേ